എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് എന്ന് ഇതിനു മുൻപിട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എറക്റ്റായ പെനീസ് സ്ത്രീയുടെ വജൈനൽ ഹോളിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. അവിടെ സംഭവിക്കുന്ന ഉരസൽ അഥവാ ഫ്രിക്ഷൻ കാരണം ന്യൂറോ ട്രാൻസ്മിറ്റർ ഓൺ ആവുന്നു. അത് സ്പൈനൽ കോഡിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. സ്പൈനൽ കോഡ് ടെസ്റ്റിസിലേക്ക് സിഗ്നൽ അയക്കുകയും ടെസ്റ്റിസ് സീമൻ ദ്രാവകം പുറത്തേക്ക് ശക്തിയായി ഒഴിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഇജാക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഒറ്റ ഇജാക്കുലേഷനിൽ ഏകദേശം 300 മില്യൺ സ്പേംസ് ആണ് പുറത്തു വരുന്നത്, അതായത് 30 കോടി ബീജങ്ങൾ. അങ്ങനെ ആ ദ്രാവകം സ്ത്രീയുടെ വജൈനയ്ക്കുള്ളിലേക്ക് വീഴുന്നു. സ്പേം എന്നതൊരു ജീവനുള്ള കോശമായതുകൊണ്ട് തന്നെ അവയ്ക്ക് ചലിക്കാൻ സാധിക്കും. അവയ്ക്ക് മുൻപോട്ട് നീന്താനായി വാലുമുണ്ട്. ഉള്ളിൽ കടന്ന കോടിക്കണക്കിന് ബീജങ്ങളിൽ ചിലതിന് മാത്രമേ അടുത്ത വാതിലായ സെർവിക്സ് കടന്ന് മുൻപോട്ട് പോകാൻ സാധിക്കൂ. അതേസമയം ഓവറിൽ നിന്നും യാത്ര തുടങ്ങിയ ഫീമെയിൽ ഗ്യാമേറ്റ് അഥവാ ഓവം അവിടെ നിന്നും മുൻപോട്ട് നീങ്ങി മറ്റൊരു സ്ഥലത്തെത്തുന്നു. അതാണ് ആംബുലാർ ഇസ്മിക് ജംഗ്ഷൻ. അടുത്ത 30 മണിക്കൂർ അത് അവിടെ തന്നെ കിടക്കുന്നു.